ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 5-6 ടൈപ്പ് റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ് റോസ്. എനിക്കെന്നല്ല, എല്ലാവർക്കും തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഒരിക്കൽ നഴ്സറിയിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചായിരുന്നു, ഒരു 5-6 കളറ് റോസൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. പക്ഷേ അത് ഒരു കൊല്ലം തേച്ച് നിന്നില്ല കേട്ടോ, വേഗം പോയി. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ അതൊന്നും നടാതെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ട്, നമുക്കങ്ങനെ അധികം വെള്ളമൊന്നുമില്ല, എന്നാലും ഒരു 5-6 ചട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്ന കാണാം. നഴ്സറിയിൽ അതേ മിക്സ് വെച്ച് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഓടില്ല, പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. ആദ്യം ഞാൻ കൊണ്ടുവന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിൽക്കാത്തതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇളക്കിക്കളഞ്ഞ് അതിൻ്റെ വേരോട്ടമൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ ചട്ടിയിലേക്ക്. അപ്പോൾ ചട്ടിയിൽ ആദ്യം വെള്ളം പോകാനുള്ള നമ്മൾ കല്ലൊക്കെ വെച്ചു, ചകിരിയും ഒക്കെ ഇട്ട്, പിന്നെ ഇച്ചിരി കരികിലൊക്കെ നിറച്ച്, പിന്നെ നമ്മൾ മണ്ണ്, ചാണകപ്പൊടിയും ജൈവവളവും കുറച്ച് മണലും കോക്കോപീറ്റൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് 2-3 ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ നിറച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോ ചെടിയും ഞങ്ങൾ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കളറുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി കളറാണ്. അപ്പം അങ്ങനെ അതൊക്കെ റീപ്പോർട്ട് ചെയ്തിട്ട് മുറ്റത്തേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മുറ്റത്ത് അതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ടൈപ്പ്, കുറച്ച് അധികം എപ്പോഴും വെള്ളമൊന്നും വേണ്ടാത്ത കൂട്ട് ടൈപ്പുള്ള ചെടികളായിരുന്നു ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കറ്റാർ വാഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു സൈഡോട്ട് ഒരു കവുങ്ങുണ്ടായിരുന്നു, അതിൻ്റെ സൈഡിലേക്ക് വട്ടത്തിൽ സെറ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഫ്രണ്ടിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്, ഒരുപാട് മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മുട്ടൊക്കെ കരിഞ്ഞു പോവുമോ, എന്താ അവസ്ഥ, ഇനി പിടിക്കുമോ, അതൊന്നും അറിയത്തില്ല. പിടിച്ചാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിൽ അതെല്ലാം റീസെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോസായിരുന്നു കേട്ടോ ഇത്. ഓറഞ്ചും അല്ല, റോസും അല്ല, എന്താ കളർ പറയാൻ പറ്റില്ല, നല്ല രസമാണ്. അതിൻ്റെ ഒരു പിക്ക് കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇവിടെ കായ്ച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തായാലും കാണാൻ രസമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പൂവുണ്ടായില്ലെങ്കിലും ഇതൊന്നും മിസ്സാകണ്ടല്ലോ എന്ന് വിചാരിച്ചും കൂടി വീഡിയോ എടുത്താന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദൈവമേ, ഒരു കൊല്ലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ലച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റോസാന്ന് പറഞ്ഞിട്ട് മഞ്ഞ റോസ് എടുത്തുകൊണ്ട് വന്നു നേഴ്സറിയിൽ നിന്ന്. അത് വാങ്ങിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് എല്ലാം ഇതാക്കി കഴിഞ്ഞ് ഇപ്പം റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇച്ചിരി ഉഷാറ് തോന്നുന്നു മഞ്ഞയ്ക്കാണ് കേട്ടോ. പിന്നെ ഞാൻ മിറ്റൊക്കെ അടിച്ച് വാരി കുറച്ച് പുല്ലൊക്കെ പറിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ചെടിയൊക്കെ ഇങ്ങനെ ചുമ്മാ വട്ടത്തിലെടുത്ത് വെച്ചു. ഇനി അവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ, കുറച്ച് വിചാരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമ്മൾ കുറച്ച് അങ്ങനെ പിന്നെ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വെക്കുന്നത്. അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ സൈഡിലിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല റോസ. അത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ റോസിന് എന്തൊക്കെ വളമാണ് കൊടുക്കുന്നത്, ഞാൻ എന്തൊക്കെ വളം എപ്പോഴൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടാം കേട്ടോ. കുറച്ച് ടിപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് ചെടിയും റോസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ടിൽ നിന്ന് അതെല്ലാം പോയി കേട്ടോ. ഒരിടയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കാതെയും നോക്കാതെയൊക്കെ വന്നുകൊണ്ട് പോയി. ഇപ്പം പിന്നെയും കുറച്ചൊക്കെ വെച്ച് ചെറുതായി സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ടുണ്ടായിരുന്ന സമയത്ത് എന്താണ് വളം ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇത് നല്ല റോസാണ് കേട്ടോ. ഇത് മറ്റേ ക്രീപ്പർ ടൈപ്പിലുള്ള റോസാണ്, നല്ല രസമാണ്. ഇത് പൂവുണ്ടായി നിൽക്കുമ്പോൾ കാവടി പോലെ തോന്നും കേട്ടോ, അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ കുറേ ബട്ടൺ റോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി. ഇനിയിപ്പം കിട്ടുന്നതൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 5-6 വാങ്ങിയതുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഏത് വീട്ടിൽ പോയാലും ചെടി ചോദിക്കും കേട്ടോ. പിള്ളേ പറയും, അമ്മേനെയും കൊണ്ട് ഒരു വീട്ടിൽ പോകാൻ കൊള്ളില്ല, നാണവും ഇല്ല, തന്നില്ലേലും ചോദിക്കുമെന്ന്. എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. എന്നാൽ കൊണ്ടുവന്ന് പെട്ടെന്ന് നടുവോ, ആ ഒരു സ്വഭാവമില്ല, ഒന്ന് കരിഞ്ഞ് എന്നിട്ടൊക്കെ നടുവുള്ളൂ. എപ്പോഴും ചേട്ടൻ ഇവിടെ പറയും, അവൾ ചെടീൻ്റെ ആരോഗ്യം പരീക്ഷിച്ചിട്ടേ നടുവുള്ളെന്ന്. സംഭവം അതല്ല, മേടിച്ചുകൊണ്ടൊക്കെ വരാൻ നല്ല ഉഷാറാണ്. പിന്നെ നടാൻ ഇച്ചിരി മടിയുണ്ട്, പക്ഷേ ഇഷ്ടമാണ് താനും. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ. ഞങ്ങൾ പറയുന്ന ആദോ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നിങ്ങളെന്താ പറയുക, റെഡി പേര് അറിയില്ലേ. ഇതിൻ്റെ വേറെ കളറുണ്ടെങ്കിൽ ഇനി കളക്ട് ചെയ്യണം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.